ഹായ് ഹലോ നമസ്കാരം, ഞാൻ മായാവി. ഞാനടക്കമുള്ള 98% പെൺകുട്ടികൾ വിചാരിച്ചിരിക്കുന്നത് സിനിമയെ കാണുന്ന പോലെയാണ് ദാമ്പത്യ ജീവിതം എന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെൺകുട്ടികൾ കുറച്ചധികം പ്രതീക്ഷിക്കുന്ന കൂട്ടത്തിലാണ്. റിയൽ ലൈഫിൽ ഒന്നും കിട്ടാറില്ല കേട്ടോ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ നിൽക്കുന്ന ഞാൻ തന്നെ. ഞാനൊക്കെ ജീവിതത്തിലോട്ടും എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ മണിയറയിലൊക്കെ മുല്ലപ്പൂ വാരിവെതറി, സൈഡിലൊരു ഗ്ലാസ് പാല്, കുറച്ച് ഫ്രൂട്ട്സ്. ഞാൻ എൻ്റെ മണിയറ വന്നപ്പോൾ ഉണ്ടല്ലോ, ഈ പഴയ ബെഡ്ഷീറ്റ് മടക്കി ഒരു മൂലക്കിട്ട് പുതിയൊരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. പിന്നെ ബെഡ്ഷീറ്റിലും മുല്ലപ്പൂലൊന്നും അല്ലല്ലോ കാര്യം, റൊമാൻസിലല്ലേ കാര്യം. ഞാൻ കുറച്ച് നാണൊക്കെ വാരി തൂക്കി ബെഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരുന്നു. എന്നാലും സിനിമ സ്റ്റൈൽ കെട്ടി വന്നെൻ്റെ താടി ഒഴിച്ച് ഉയർത്തി കണ്ണി നോക്കി സംസാരിക്കൂ. 5 മിനിറ്റ് 10 മിനിറ്റായി പുള്ളി വന്നില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് ചെന്നു. ഞാൻ ചെല്ലുമ്പോൾ ഈ അത്തപ്പൂവിൻ്റെ ഒക്കെ നടുക്ക് നിലവിളക്ക് ഇരിക്കുന്ന പോലെ ഈ പുള്ളി കുറേ ബില്ല് നിരക്കിയിട്ട് ഇരിക്കും അവിടെ. എന്നിട്ട് പുള്ളി ഓടിച്ചോടത്തിന് ബില്ല് കൊടുത്തില്ല, കാറ്ററിങ്ങിന് പൈസ കൊടുത്തില്ല. ജീവിത പ്രാരാബ്ദങ്ങളാണേ. എങ്കിലും ഞാൻ പ്രതീക്ഷ കൈവിട്ടില്ല കേട്ടോ. നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ട്, നായക അങ്ങോട്ട് കിടക്കുന്നു, ഒരു പാട്ട് സീൻ, പിന്നെ ക്യാമറ ഇങ്ങനെ പോകുന്നു, ഒന്നുകിൽ ഒരു ഫാൻ അല്ലെങ്കിൽ ഒരു ഫ്ലവർ വേസ്. എൻ്റെയൊക്കെ ലൈഫിലുണ്ടല്ലോ 3 ഫ്ലവർ വേസ് നിലത്ത് വീണ് പോയി, 2 ഫാനിൻ്റെ സ്വിച്ചുകൾ മാറ്റിയിട്ട്, എന്നിട്ടും തട്ടിത്തെറിച്ചൊരു കൺഗ്രാറ്റ്സ് എൻ്റെ അടുത്ത് വരെ വന്നിട്ടില്ല കേട്ടോ. എന്നാലും ഞാൻ പ്രതീക്ഷ കൈവിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ കുളിച്ച് സിന്ദൂരമൊക്കെ തൊട്ട് ഒരു കപ്പ് ചായ ആയിട്ട് റൂമിലേക്ക് വന്നു. പിന്നെ സിനിമ സ്റ്റൈലിൽ പുള്ളി എന്നെ വലിച്ച് ബെഡിലേക്ക് ഇടുമല്ലോ, അവിടെ റൊമാൻസ്. ഞാൻ ചെന്ന് 2 പ്രാവശ്യം റൂമിൽ മുട്ടി, വാതിൽ ഉറക്കുന്നില്ല. ക്ഷീണം കൊണ്ട് പുള്ളി ഉറങ്ങുമായിരിക്കും എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് സദ്യ കൊടുക്കാന്ന് വെച്ചാൽ ഞാൻ കിച്ചണിൽ ചെന്ന് പച്ചക്കറി കട്ട് ചെയ്തു. അപ്പോഴും എൻ്റെ പ്രതീക്ഷ എന്താ, പുള്ളി സിനിമ സ്റ്റൈലിൽ പുറകെ വരുന്നു, എന്നെ ചേർത്ത് പിടിക്കുന്നു, കവിളിൽ നുള്ളുന്നു. ഇത് കണ്ടുകൊണ്ട് എൻ്റെ അമ്മായിയമ്മ വരുന്നു, ഞങ്ങൾ 2 ദിശയിലേക്ക് പോകുന്നു. ഈ പുള്ളിയെ പ്രതീക്ഷ ഞാൻ 25 കിലോ പച്ചക്കറി കട്ട് ചെയ്തു. അടുക്കളമുറ്റത്ത് നിന്ന് 3 വഴഞ്ഞ ഉമ്മ വെട്ടിയിട്ട് ഈ പുള്ളിയിട്ട് വന്നതുമില്ല. അമ്മായിയമ്മയുടെ ഒരു 40 റൗണ്ട് അടിച്ചാണ് കിച്ചണിൽ കൂടി. പിന്നെ ഞാൻ അടുത്ത നമ്പർ പിടിച്ചു, കൈ മുറിഞ്ഞെന്നും പറഞ്ഞ് ഓടി ഞാൻ പുള്ളി എടുത്തു തന്നു. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താ, പുള്ളി ഷർട്ട് വലിച്ചു കയറുന്നു, എൻ്റെ കൈ കിട്ടുന്നു, എന്നെ താങ്ങിയെടുക്കുന്നു, സോഫയെ കിടത്തുന്നു, എനിക്ക് വെള്ളം തരുന്നു. എവിടുന്ന് പുള്ളി ഒന്ന് പിടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇത് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടാൽ തീരാവുന്ന കാര്യമുള്ളൂ. അങ്ങനെ അതും പോയി. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് എൻ്റെ അടുത്ത ടെസ്റ്റ് അടിച്ചു. ഞാൻ വെച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലമണ്ട കയറി എന്ന് പറഞ്ഞ് ആക്ട് ചെയ്യാന്നു. ഞാൻ എന്നിട്ട് എൻ്റെ തലമണ്ട ഫുഡ് കയറി എന്ന് പറഞ്ഞു. പുള്ളി ഇങ്ങനെ തട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പുള്ളി ഒറ്റക്ക് ഇരിക്കുക എന്നിട്ട് പറഞ്ഞു ആർത്തി കുറയ്ക്കാൻ പറഞ്ഞു. പിന്നെ എൻ്റെ സകല പ്രതീക്ഷയും പോയി കേട്ടോ. പിന്നെയുള്ള എൻ്റെ പ്രതീക്ഷയെന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ ആണ്. കറക്റ്റ് 12 മണിയാകുമ്പോൾ സിനിമയിലെ പോലെ പുള്ളി കേക്കോട്ട് വരുന്നു, ഗിഫ്റ്റൊക്കെ ആയിട്ട് വരുന്നു, എന്നെ ഉണർത്തുന്നു, എന്നെ വിഷ് ചെയ്യുന്നു, ഗിഫ്റ്റ് വരുന്നു. ആഹാ, ഇതൊക്കെ ആലോചിച്ച് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. നേരം വെളുത്തപ്പം ജ്യോതിയില്ല, ജിയും ഇല്ല എന്ന് പറഞ്ഞാൽ ആളും ഇല്ല, കേക്കും ഇല്ല. മൊബൈലിലൊരു മെസ്സേജ് ഉണ്ട്, പുള്ളി ജോലി തിരക്കായിട്ട് പോയതുകൊണ്ട് എന്തെങ്കിലും ഗിഫ്റ്റായിട്ടൊക്കെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ നോക്കിയപ്പോൾ ശരിയാണ്, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മായാന്ന്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയാ. 1 രൂപ ബാലൻസ് ഇല്ലാത്ത ബാങ്കുകാർ വരെ എന്നെ വിഷ് ചെയ്തിട്ടും എൻ്റെ ലൈഫ് ഫുള്ള് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ചെയ്ത് ഈ മനുഷ്യൻ്റെ വിഷ് ചെയ്തില്ല. ഞാനാണെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് ട്രിപ്പൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ തണുത്ത പ്രദേശത്തൊക്കെ പോയിട്ട് ഈ പഴവും പച്ചക്കറിയും മുന്തിരിയുടെയൊക്കെ ഇടയ്ക്കൂടെ ഇങ്ങനെ കൈ കോർത്ത് നടക്കാൻ എന്തോ ഭാഗ്യത്തിന് അതിന് ബഡ്ജറ്റ് കുറച്ച് എൻ്റെ കെട്ടിയൊരു അവസരം ഉണ്ടാക്കി തരും കേട്ടോ. എല്ലാ ആഴ്ചയിലും മാർക്കറ്റിൽ പോയി കുറച്ച് പഴവും പച്ചക്കറികളും മേടിച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുപോകും. എനിക്ക് ഈ ട്രിപ്പ് മൂഡ് ഓണം ആകുമ്പോൾ ഞാനതൊന്ന് തുറക്കും. കുറച്ച് പഴം, പച്ചക്കറി, ചെറിയൊരു തണുപ്പ്, ഒരു മനസ്സുഖം, ഒരു സന്തോഷം. പിന്നെ വീട്ടിൽ അമ്മയും അച്ഛനും ഇല്ലാത്തൊരു സമയം, ഒരു രാത്രി 10 മണിയായപ്പോൾ KSEB അനുകരിച്ച് കറണ്ട് അങ്ങ് പോയി. റൊമാൻസ് വർക്കൗട്ട് ആകാൻ പറ്റിയ സമയമാണല്ലോ. ഞാനിതൊക്കെ ഈ സിനിമയിലെ കണ്ടിട്ടുള്ളേ. ഞാൻ പുള്ളിയുടെ അടുത്ത് എന്നിട്ടുണ്ട്, ചേട്ടാ എനിക്കൊരു ആഗ്രഹമുണ്ട്, എന്താണെന്ന് ചോദിച്ചു. ഇപ്പം ഇവിടെ ആരും ഇല്ലല്ലോ, നമുക്കൊരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് മുഖത്തോട് മുഖം നോക്കി ഫുഡ് കഴിച്ചാലോ. പുള്ളി പറയും എന്നിട്ട് വേണം വല്ല പ്രാണിയും വീടാൻ, കറണ്ടൊക്കെ വന്നിട്ട് കഴിച്ചാൽ മതി. അതും പോയി. അല്ലെങ്കിലും ഈ ഫിലിമിൻ്റെ ഒക്കെ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാൽ പിന്നെ റൊമാൻസിലൊന്നും വലിയ കാര്യമില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പുള്ളിക്കാരൻ ഇങ്ങോട്ട് പ്രതീക്ഷിക്കാതെ ഒടുക്കത്തെ റൊമാൻസ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു, താടി പിടിക്കുന്നു, കൈക്ക് പിടിക്കുന്നു. എന്നിട്ട് കുറേ ബില്ല് അങ്ങോട്ട് നിരത്തി വെച്ചിട്ട് പറയാം, ഈ JCB മോഡൽ എൻ്റെ കയ്യിൽ നിന്ന് ഓരോന്നോരോന്ന് ഊരിയെടുക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിയുടെ റൊമാൻസ് എവിടുന്നാണ് വരുന്നതെന്നുള്ളത്. ഇനി ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഭർത്താവിനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പുള്ളി എൻ്റെ വീട്ടിൽ കൊണ്ടുപോകണം. എൻ്റെ വീടിൻ്റെ പടിയുടെ അവിടെ ഒരു പുള്ളിക്ക് ഒരു ചലനം ഇല്ലെങ്കിൽ ഈ പടി അങ്ങോട്ട് കടന്നു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ പുള്ളി ചാക്കോച്ചനാണ്. എന്നെ കോരിയെടുക്കുന്നു, മരണക്കിണറിൽ നടക്കിട്ട് കറക്കുന്നു, എൻ്റെ സാരിയുടെ പ്ലേറ്റ് പിടിക്കുന്നു. ഞാൻ കഴിച്ചാലേ പുള്ളി കഴിക്കുകയുള്ളൂ, ഞാൻ ഉറങ്ങിയാലേ പുള്ളി ഉറങ്ങുള്ളൂ. ഇത് കാണുമ്പോൾ എൻ്റെ അമ്മയുടെ ഒരു പ്രത്യേക ജൂറി അവാർഡുണ്ട്. ഇതുപോലൊരു ഭർത്താവിന് നിനക്ക് എവിടെ കിട്ടും? അത് ശരിയാട്ടോ. ഞാനും ആലോചിക്കും, ഇതുപോലൊരു ഭർത്താവിനെ എൻ്റെ വീട്ടിലല്ല, ഞാൻ പുള്ളിയുടെ വീട്ടിൽ പോലും ഇതുവരെ കണ്ടിട്ടില്ല എന്ന്. എങ്കിലും മ്യൂസിക്കും BGM തണുപ്പൊന്നും ഇല്ലെങ്കിലും ഈ ഒരു തട്ടുകടയും റേഷൻ കടയും നമ്മുടെ കപ്പത്തോട്ടൊക്കെ ആയിട്ട് റൊമാൻസായിട്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.